മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കിടാഞ്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത്. പ്രദേശത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചെയ്യുന്നുണ്ട്. എബി, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഒരു 8:45 സമയത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൽദോസ് എന്ന് പറയുന്ന ആളാണ്, പ്രദേശവാസിയാണ്. കുട്ടമ്പുഴയിലാണ് സംഭവം ഉണ്ടാകുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എൽദോസ് ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഈ പ്രദേശത്ത് വഴിവിളക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആന നിൽക്കുന്നതോ ആനയുടെ ആക്രമണമോ എൽദോസിന് അറിയാൻ കഴിഞ്ഞില്ല. സാധാരണ സ്ഥിരമായി തന്നെ പോകാറുള്ള സ്ഥലമാണ്. ആ വഴിയിലൂടെ തന്നെ എൽദോസ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എൽദോസ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കണം, ഫെൻസിംഗ് സ്ഥാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നാട്ടുകാർ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ നടപ്പിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഇതാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടമ്പുഴ പ്രദേശത്ത് സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന കോതമംഗലം കുട്ടമ്പുഴ മേഖലകളിൽ ഈ കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നിരവധിയായിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മനുഷ്യജീവൻ കൂടി ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാരുടെ പ്രതിഷേധം അത് തടുപ്പിക്കാൻ കഴിയുന്ന നിലയ്ക്ക് ഉള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആതിര, കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന ഒരു പ്രദേശം തന്നെയാണോ ഇത്? കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കിടാഞ്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത്. പ്രദേശത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വിവരങ്ങളുമായി എബി, കേൾക്കുന്നുണ്ടോ? തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആതിര നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇയാൾ സ്ഥിരമായി ഈ പ്രദേശത്തൂടെ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ്. അവിടെ ഈ വഴിവിളക്ക് സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആന നിന്നാൽ പോലും അറിയാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഇരുട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം, ഈ ഒരു ദുരന്ത സംഭവത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ വഴിവിളക്ക് സ്ഥാപിക്കണം, ഒപ്പം തന്നെ അവിടെ ഫെൻസിംഗ് സ്ഥാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊന്നും തന്നെ ആയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ കുട്ടമ്പുഴ ഒപ്പം തന്നെ കോതമംഗലം പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. കാട്ടാന ആക്രമണത്തിൽ നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലേതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകുന്നതല്ലാതെ മറ്റൊരു നടപടികളിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യുവാവായിട്ടുള്ള മനുഷ്യനാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുതന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇയാൾ സ്ഥിരമായി ഇവിടെ ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ആതിര, എബിയെ, എൽദോസിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇയാൾ സ്ഥിരമായി ഇവിടെ ബസ്സിറങ്ങി പോകുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായിരുന്നു ഇയാൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള ഇരുട്ട് അവിടെ ഉണ്ട്. ഇവിടെ വഴിവിളക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഈ നാട്ടുകാർ പലകുറി ആവശ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലുള്ള നടപടികളും വാഗ്ദാനങ്ങളല്ലാതെ നടപടികളിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ എത്തിയിരുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥിരമായി വീട്ടിലേക്ക് പോകുന്ന വഴി, ആ വഴിയിൽ വെച്ചാണ് ഇത്തരത്തിൽ
എൽദോസ് ആനയുടെ ആക്രമണത്തിനിരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് വനംവകുപ്പിനെതിരെ ഇപ്പോഴും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരാനുള്ള കാര്യം. കാരണം നമ്മൾ പലകുറി ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടമ്പുഴ ഒപ്പം തന്നെ കോതമംഗലം പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന പ്രദേശമാണ്. അവിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നിലവിൽ വന്നിട്ടില്ല. ആതിര. ശരി എബി, കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കിണാഞ്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത്. പ്രദേശത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. വനംവകുപ്പിനെതിരെയും നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. സ്ഥലത്ത് വഴിവിളക്കും ഫെൻസിംഗ് സൗകര്യങ്ങളൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്.